ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിസി വിറ്റി മോം. അപ്പോൾ ഇന്ന് നമ്മളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു ഈസി റെസിപ്പിയാണ്, അതായത് ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കൊരു 1 ഹവറിൻ്റെ ഉള്ളിൽ ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കാം. ഇത് മലപ്പുറം സ്റ്റൈൽ ബിരിയാണിയാണ്. ഞാൻ തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു 1 ഹവറിൻ്റെ ഉള്ളിൽ നമുക്ക് വീട്ടിൽ തിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നമുക്ക് ഈ ഈസി പീസി ബിരിയാണിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതുകൂടെ പ്രസ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 5 സവാള അരിഞ്ഞത്, പിന്നെ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 kg ചിക്കൻ, പിന്നെ 3 തക്കാളിയാണ്, ചെറിയ തക്കാളി 3 എണ്ണം, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യണം. അതിനുശേഷം ഒരു കെട്ട് മല്ലിയില അരിഞ്ഞു വെച്ചതാണ്, അത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ചിക്കൻ മസാല 2 ടേബിൾ സ്പൂൺ. ഇത് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റിന്, ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ വിനീഗറും നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് തിരുമ്മി ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. ആ ടൈം കൊണ്ട് നമ്മൾ റൈസിനുള്ള വെള്ളം തിളയ്ക്കാൻ വെക്കണം. വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. പിന്നെ 2 കഷ്ണം പട്ട, 2 ഏലക്ക അത് ആഡ് ചെയ്യാം. ഇത് റൈസിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രൈ ലെമൺ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ നെയ്യും ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഡ്രൈ ലെമണും നെയ്യും ആഡ് ചെയ്യുന്നത് നമ്മൾ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക, ഇളക്കി കൊടുക്കുക, വെള്ളം തിളപ്പിക്കുക. അപ്പോൾ ഈ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മുന്നിലേക്ക് നിൽക്കണം ഉപ്പ്, കാരണം നമ്മൾ ഇത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് റൈസ് ഈ വെള്ളത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ഉപ്പായി കിട്ടണമെങ്കിൽ വെള്ളത്തിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഉപ്പിടണം. അങ്ങനെ വെള്ളം തിളച്ച് വരുമ്പോൾ, നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അരി ഇടുക. ഇവിടെ 2.5 കപ്പ് അരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മുടെ കുക്കറിലെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്. അതിൽ കാണാൻ ഇത്തിരി കറി പോലെ ഉണ്ട് അല്ലേ? അപ്പോൾ ആ കറി നമ്മൾ എന്ത് ചെയ്യും, അത് മാറ്റി വെക്കും. എന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ കറി നമ്മൾ മാറ്റി വെക്കും. കുറച്ച് ഗ്രേവി മാത്രം കുക്കറിൽ വെച്ചിട്ട് ബാക്കി നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. റൈസ് റെഡിയാകുക എന്ന് വെച്ചാൽ ഒരു 1/4 വേവേ പാടുള്ളൂ. ഒരു 1/4 വേവ് ആകുമ്പോൾ നമ്മൾ അത് ഊറ്റണം. അതായത് അതിൻ്റെ റൈസിൻ്റെ ഉള്ളിൽ റൈസ് കടിക്കുന്നത് പോലെ ഉണ്ടാവണം. ആ ടൈമിൽ നമ്മൾ അത് ഊറ്റിയിട്ട് ഈ കുക്കറിലുള്ള ചിക്കനിലേക്ക് മാറ്റണം. നന്നായിട്ട് വെള്ളം വാർത്തതിന് ശേഷം ചിക്കനിലേക്ക് മാറ്റുക. എന്നിട്ട് ഒരു ലെയർ ആക്കിയതിന് ശേഷം കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം, കുറച്ച് നെയ്യും ആഡ് ചെയ്യാം. അങ്ങനെ ഓരോ ലെയറും പ്രിപ്പയർ ചെയ്യാം.
ഗരം മസാല ആഡ് ചെയ്യുക, റൈസ് ഇടുക, ഗരം മസാല ആഡ് ചെയ്യുക, നെയ്യ് ആഡ് ചെയ്യുക. ഞാനിവിടെ ഗാർണിഷ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യണമെങ്കിൽ ദം ഇടുമ്പോൾ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ദമ്മ് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ചെയ്യാം. ഗാർണിഷ് ചെയ്യാം മീൻസ് കാഷ്യൂ, കിസ്മിസ് ഇതൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആ ചാറ്, ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഗ്രേവി ഈ കുക്കറിൽ ഈ റൈസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിച്ചത്. വേവിക്കുകയെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് വേവിക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഗ്യാസ് പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കണ്ടോ, റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഉണങ്ങിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ അതിൻ്റെ അടിഭാഗത്തിലുള്ള റൈസും എത്രത്തോളം എടുക്കാൻ പറ്റും അത്രത്തോളം എടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ വേറെയും റൈസ് വേറെയും. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാതെ ചിക്കൻ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് പിന്നെ റൈസ് ആഡ് ചെയ്തിട്ട് ദം ചെയ്താലും മതി. അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ റൈസ് ഒരിക്കലും നമ്മൾ സ്പാച്ചില കൊണ്ടോ ഒന്നുകൊണ്ടും ഇളക്കി കൊടുക്കരുത്. നമ്മളിങ്ങനെ അതിൻ്റെ പാത്രമായിട്ട് ഇങ്ങനെ തുള്ളിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം മിക്സ് ആകും. അപ്പോൾ നമ്മൾ അടിപൊളി കുക്കർ ബിരിയാണി, ദം ബിരിയാണി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.